ഈ സംഭവം നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്ന സംഭവമല്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ആ കുടുംബത്തിന് മാത്രമല്ല നഷ്ടപ്പെട്ടത്, കേരളത്തിലാണ് ഒരു മകൻ നഷ്ടപ്പെട്ടത്. ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പിന്നെ ഈ ഷെഡിൻ്റെ മുകളിൽ കയറി ഇതാകുന്ന ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് ചെയ്യാറുണ്ട്. ഇതിൽ ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. കേരളത്തിലെ സമൂഹമാകത്തായി ഇത് ഉണർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. ഈ HM-മാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്. ഈ സ്കൂൾ തുറക്കുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 4 വർഷക്കാലവും വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യവും ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുകളിൽ വലിയ തയ്യാറെടുപ്പ് നടത്തി മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി. ഇതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി? മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി സർക്കുലർ അയച്ചിട്ടും അതിനോട് ഒരു പ്രതികരണമില്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പാൾമാരുണ്ടെങ്കിൽ അത് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പിന്നെ അതിന് യോജിച്ച കാര്യമല്ല. കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് യോജിച്ച കാര്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2025 മെയ് മാസം 13-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള സർക്കുലറാണ്. ഞാൻ ഒന്ന് വായിക്കാം. അതിൽ 9-ാം ഖണ്ഡിക, സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട KCB അധികൃതരെ അറിയിക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതാണ് ഇറക്കിയ സർക്കുലർ. ഈ സർക്കുലർ അവിടുത്തെ HM-ഉം പ്രിൻസിപ്പാളും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നോ? ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട അവസരം ഉണ്ടാകുമായിരുന്നോ? എന്ന് മാത്രമല്ല, ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോട്ടെ, വേറൊരു വാദം പറയുന്നത്, ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചിട്ടും ഇത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മാറ്റുന്നത് വരെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ചുകൊണ്ടിരിക്കണം. മാറ്റുന്നത് വരെ. അല്ലെങ്കിൽ തൊട്ടുയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. അവർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്ന ആൾ, DE ഉണ്ട്, അവിടെ AE ഉണ്ട്. ശരി, ഇവരാരും ഇത് പരിഗണിക്കുന്നില്ല. മന്ത്രി അവർ അറിയിച്ചോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം ക്രമീകരിക്കണമെന്ന് പറഞ്ഞോ? അപ്പോൾ ഇതെല്ലാം ഒരുപാട് അന്വേഷണത്തിൽ നിന്നും പോകാതെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെ ശിക്ഷിക്കപ്പെട്ടാലും മകൻ്റെ കുടുംബത്തിന് എന്ത് സഹായം ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ. നഷ്ടപ്പെട്ടത് തന്നെയാണ്.